ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. നിന്നിഴൽ മാത്രം വരും. എത്ര മനോഹരമായ അർത്ഥവത്തായ പാട്ടാണല്ലേ. നല്ല രസമാണ്. ഇംഗ്ലീഷിലൊരു ചൊല്ല് പറയുന്നുണ്ട്, സ്മൈൽ ആൻഡ് ദ വേൾഡ് സ്മൈൽസ് വിത്ത് യു. ചിരിക്കുക, ഈ ലോകം നിന്നോട് കൂടെ ചിരിക്കും. ചിരി നമുക്കറിയാം ഏറ്റവും വില കുറഞ്ഞ ഔഷധമാണ്. സങ്കടപ്പെട്ടിരിക്കുന്നവരോടും ദേഷ്യത്തിലായിരിക്കുന്നവരോടും സന്തോഷത്തിലായിരിക്കുന്നവരോടൊക്കെ മുഖത്തോട്ട് നോക്കി ഒന്ന് ചിരിക്കുമ്പോൾ നമ്മൾ പകർന്നു കൊടുക്കുന്ന ഒരു പ്രത്യേകതരം എനർജിയാണ് നമ്മുടെ ചിരി എന്ന് പറയുന്നത്. ചിരിക്കുന്നവരുടെ മുഖം വളരെ സുന്ദരമാണ്. സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് വിരിയുന്ന ചിരിയുടെ ഒരു പ്രതിഫലനം തന്നെയാണ്. എത്ര ഗൗരവത്തിലുള്ള മനുഷ്യനായാലും ഒന്ന് ചിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ മുഖം വളരെ മനോഹരമായിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ചിരിക്കണം നമുക്ക് സമയം കിട്ടുമ്പോഴെല്ലാം. നമ്മളെ കൊണ്ട് ആവുന്ന തരത്തിൽ നമ്മളെ കണ്ടുമുട്ടുന്നവരുടെ നേരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയെങ്കിലും ചെയ്യണം. ഒരു ചെറിയ അനുഭവം ഇന്നലെ ഉണ്ടായി. ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വലിയ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നു. ഒത്തിരി വാഹനങ്ങൾ നിരനിരയായിട്ട് വരികളായിട്ട് പുറകിലുണ്ട്, ഫ്രണ്ടിലുണ്ട്. തൊട്ടടുത്ത് ഒരു അച്ചായൻ, സൈക്കിളിൽ വന്ന അച്ചായൻ ഒരു ചെറുപ്പക്കാരൻ പയ്യനോട് ഭയങ്കര മോശമായതിന് ചെവിക്കരണം ഞാൻ അടിച്ച് പറിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ രീതിയിൽ ആക്രോശിക്കുന്നത് കേട്ടു. സംഭവം കേട്ടുകൊണ്ട് ഞാനും അവിടെ തന്നെ നിന്നു. അദ്ദേഹം പറയുന്നത്, നീ എൻ്റെ നേരെ തുപ്പി ഇനി മേലെ ആവർത്തിക്കരുത്, അടിച്ച് കാരണം പോയിക്കും. വളരെ നല്ല രീതിയിൽ അദ്ദേഹം ആ പയ്യനെ ശകാരിച്ചു. ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ വണ്ടികൾ നീങ്ങി തുടങ്ങിയപ്പോൾ ആ പയ്യൻ ചോദിച്ചു, താൻ ആരുവാ? അങ്ങനെ അവരുടെ ആ ഒരു സംസാരം ഒരു ശുഭകരമല്ലാത്ത രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. അല്പസമയത്തിന് ശേഷം ഞാനും അദ്ദേഹവും എത്തപ്പെട്ടത് ഒരേ കടയിലേക്കാണ് സാധനങ്ങൾ വാങ്ങാൻ. എന്നെ കണ്ട അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹത്തെ കണ്ട എനിക്ക് മനസ്സിലായി. ഞാൻ ഏറ്റവും വില കുറഞ്ഞ ഔഷധമായ ഒരു ചിരി എന്ന് സമ്മാനിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് എന്തൊക്കെയോ ഭാവഭേദങ്ങൾ വിരിയുന്നേ കണ്ടു. ഒരു ചമ്മലിൻ്റെ പ്രതീതി അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു. എങ്കിലും ഇത്രയും രോഷാകുലനായ ഒരു മനുഷ്യനെ നോക്കി ഞാൻ ചിരിച്ചല്ലോ എന്ന് ഓർത്തിട്ട് എന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഒന്ന് നടന്നു നീങ്ങി. ഇത്രയേ ഉള്ളൂ. ഏത് കലി കൊണ്ട് നിൽക്കുന്ന മനുഷ്യനെയും ഒരു മഞ്ഞുതുള്ളി പോലെ ഒരുക്കിയെടുക്കാൻ, അല്ലെങ്കിൽ മഞ്ഞുകണം പോലെ ഒരുക്കിയെടുക്കാൻ നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ് ഈ ചിരി എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും കാണുന്നവരെല്ലാം ചിരിക്കുക, സൂക്ഷിക്കണം കേട്ടോ. ഇന്നത്തെ കാലം വളരെ അപകടം പിടിച്ചതാണ്. ചിരിക്കുമ്പോൾ നമ്മുടെ ചിരികൾ വേറെ അർത്ഥങ്ങളിൽ ആക്കിച്ചിരി ആകാതിരിക്കുക, നല്ല ചിരി ചിരിക്കുക. അന്നേരം നമുക്ക് നമ്മുടെ മുൻപിലുള്ള ആളെ നേടാനാകും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ലോകമെല്ലാം നമ്മളെ നോക്കി ചിരിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് നാളെ തൊട്ട് ചിരിച്ചു തുടങ്ങാം. ഈ നിമിഷം തൊട്ട് തിരിച്ചു തുടങ്ങാം. നാളത്തേക്ക് തന്നെ മാറ്റി വെക്കുന്നത് നാളെ നേടുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ ചിരിച്ചു തുടങ്ങാം. നമുക്ക് എത്രമാത്രം ആളുകളെ സ്വാധീനിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ചലഞ്ചായിട്ട് ഈ ചിരിയെ നമുക്കെടുക്കാം. എല്ലാവർക്കും നല്ലൊരു ചിരിദിനം ആശംസിക്കുന്നു.